ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നതെന്ന് ഗൈസ്. അങ്ങനെ രാവിലെ രാവിലെ അല്ല എണീറ്റ്, പക്ഷെ ഫോണിൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വ്ളോഗൊന്നും ചെയ്തില്ല. സമയം 1 മണിയാവാറെ. ബെഡിൽ ഉറുമ്പായതുകൊണ്ട് ബെഡ് പുറത്തോട്ട് ഇട്ടേക്കും ഗൈസ്. നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഈ വെയിലായതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ ഗൈസ്. കണ്ട ഷീറ്റ് ബെഡൊക്കെ പുറത്ത് വെച്ചേക്കുക. ഉറുമ്പായിരുന്നു, ഫുൾ ഉറുമ്പായിരുന്നു, അടിക്കുകയായിരുന്നു രാത്രി. ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഡോറേമോ ഇട്ടുകൊണ്ടിരിക്കുക. കഴിച്ചിട്ട് ഡോറേമോ കണ്ടുകൊണ്ട് കാണാം കേട്ടോ ഗൈസ്. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കാണാം കേട്ടോ. ഇട്ടുകൊണ്ടിരിക്കുക ഗൈസ്. റിലാക്സ് മൂഡ്. കളിക്കും ഇവർക്കൊന്നും കളിക്കുക അറിഞ്ഞോളാം. എല്ലാം പൊട്ടി വീഴുമല്ല. പിന്നെ ടൈമൊന്നും മാറിപ്പോയി, ക്ഷമിക്കാൻ. രാവിലെ ഇച്ചിരി പണി ഉണ്ടാകും. അല്ലെങ്കിൽ ഞങ്ങളിപ്പം പോകുന്നു. ഞങ്ങളിപ്പം പോകും. സോറി ഗൈസ്, ശരിയാണ്. ഇപ്പം ആരാ അവിടെ? ഞങ്ങൾ 100 രൂപ നോക്കാം നമുക്ക് ആരാണോ. നമുക്ക് റെഡി ആയിട്ട് വരാം. ഒരു കാർഡൊക്കെ മാറി നോക്കാം. പാർക്കിൽ വന്നപ്പോൾ ആരും ഇല്ല ഇവിടെ ഗൈസ്. സബ്സ്ക്രൈബർ ചെയ്ത് നിങ്ങൾ തിരക്കി ഗൈസ്. അങ്ങനെ നോക്കിയാൽ കൊല്ലത്തുനിന്ന് ആരും ഇല്ല ഗൈസ് സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരുടെ അടുത്തും ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആരും. ചുമ്മാ കറങ്ങുക ഗൈസ് ഈ പാർക്കിലും. നമുക്ക് 1-2 പേരും എടുത്തും ചോദിക്കാം, നമുക്ക് കിട്ടും. നോക്കട്ടെ സബ്സ്ക്രൈബ് പൈസ പൊങ്ങിക്കടാ. തിരിച്ച് വീട്ടിൽ വന്ന് നേരെ ഇരിക്കാം, മാച്ച് കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് ഐസ്. അങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയി. അങ്ങനെ വി പാർക്കിലൊക്കെ പോയില്ലേ, അവിടെ സബ്സ്ക്രൈബൊന്നും ഇല്ല. 10-12 പേർക്ക് നമ്മൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവരാരും ഇല്ലായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പേടിച്ചപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഗീവ് അപ്പ് ചെയ്യില്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ കളിയാണ്ടോണ്ടിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നതെന്ന് ഗൈസ്. നമ്മൾ ഇവിടെ തന്നെ വ്ളോഗ് എൻ്റെ ആവും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരിയാണ്, ബൈ.